ഏത് ജോലിയായാലും അത് ചെയ്യാനുള്ള മനസ്സ് മതി. ഇതല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കും. നമ്മൾ തളരാൻ പാടില്ല, മുമ്പോട്ട്. ദേശീയ പണിമുടക്ക് സജീവമായി തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തലസ്ഥാനത്ത് പക്ഷേ ഭാഗികമായി വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അതിനിടയിൽ ഒരു സ്വിഗ്ഗി തൊഴിലാളി എന്നോടൊപ്പം ചേരുന്നു. മറ്റാരുമല്ല, യദു. മലയാളികൾക്കൊക്കെ അറിയാം, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ KSRTC ബസ്സിൽ വെച്ച് അസഭ്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട യദുവാണ്. യദു എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഈ സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയത്? ഏകദേശം ഒരു മാസമായി. ഇങ്ങനെ ഈ നേരത്തെ ഒരു ബസ്സിൽ തന്നെയല്ലായിരുന്നോ? ബസ്സില് കേസ് കിടക്കണുണ്ടാണ്. 21-ാം തീയതി കേസാണ്. അപ്പോൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇനി ഓരോ തവണയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? 2 തവണയൊക്കെ വണ്ടിയൊക്കെ വെഹിക്കിളൊക്കെ പിടിച്ചു. പിന്നെ അതല്ലാതെ വണ്ടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയായപ്പോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ബസ് അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ബസ് ആണെങ്കിൽ ഫാഷനാണ്. ഇനി സ്വിഗ്ഗി ടാർഗറ്റ് ആകത്തില്ലേ? സ്വിഗ്ഗി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എടുത്തോണ്ട് ഇനി ടാർഗറ്റ് ആവും. വേറെ ആരും അധികം നീരാളിപ്പിടുത്തം പോലെ നിങ്ങളെ ഇങ്ങനെ പിന്തുടരുകയാണോ ഈ പ്രശ്നം? അത് ഇപ്പം പിന്തുടരുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് ഈ കേട്ടതും പ്രശ്നങ്ങളുണ്ടായതൊക്കെ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകാനാണ്? കോടതിയിൽ നിൽക്കുകയല്ലേ കേസ്? ഇത് നല്ല ജോലിയല്ലേ? ഇത് 10,000-2,000 രൂപ നേരെ ഫുൾ ടൈം ഓടിക്കഴിഞ്ഞാൽ ബസ്സിനെ കാട്ടി ശമ്പളം കിട്ടുന്നുണ്ട്. ഏത് ജോലിയായാലും അത് ചെയ്യാനുള്ള മനസ്സ് മതി. ഇതല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കും. നമ്മൾ തളരാൻ പാടില്ല, മുമ്പോട്ട്.